കുഴപ്പമില്ലായിരുന്നല്ലോ. കുഴപ്പമുണ്ടായിരുന്നെ തന്നെ നീ ഇവിടെ എന്നെ വാ തുറക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ? മനുഷ്യ, എന്റെ വായിലിരിക്കുന്നത് വലുത് കേൾക്കും നിങ്ങള്. മതി, നിർത്ത്. ഇരിക്കും മേഡം. എന്താ ഇവിടെ ഒരു തർക്കം? അതെപ്പോഴും ഉള്ളതാ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി ഇവൾ എന്നോട് തർക്കിക്കാൻ തുടങ്ങിയതാ. പിന്നെ പിള്ളേരായി, പിള്ളേരുടെ കല്യാണ പ്രായമായി, എവിടെ തർക്കം തീർന്നിട്ടില്ല. ഇപ്പോഴും തർക്കിച്ചോണ്ടേ ഇരിക്കുക. ആ പറയുന്ന കേട്ടാ തോന്നുന്നു ഇങ്ങനെ ഒന്നും പറയുന്നില്ലെന്ന്. എന്റെ ഫിദ മേഡം, നിങ്ങൾ കേൾക്കണം. മേഡം ഇപ്പൊ കഴിക്കാൻ വന്നതാ. ഭക്ഷണം കഴിക്കട്ടെ. ഇരിക്കുമോളെ, നീ അങ്ങോട്ട് വിളമ്പി കൊടുത്തേ. ഇരിക്കുമോളെ. അയ്യോ, ഇരിക്കുമോളെ, ഇരിക്കും. എനിക്കൊന്നും വേണ്ട. കാറിലിരിക്കുമ്പോ ഇടയിൽ ഞാൻ എന്തെങ്കിലും കഴിക്കാമോ എന്ന് ചോദിച്ചു. അത് കഴിച്ചില്ല. ജ്യൂസ് വാങ്ങിച്ചു, അതും കുടിച്ചില്ല. ഇനി എന്തെങ്കിലും കഴിക്കാതിരുന്നാലേ എനിക്ക് ദേഷ്യം വരൂ കേട്ടോ. അമ്മയല്ലേ പറയുന്നേ കൊച്ചേ, കഴിക്കാൻ കൂട്ട്. അല്ല, അമ്മയെ പോലെയല്ലേ എപ്പോഴും ഫിദ മേഡം പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്. മോള് കഴിക്കേ. വേണ്ട. മൂക്കിന്ന് ഞാൻ വാരിത്തരാം. മേഡം എനിക്ക് കഴിക്കുമോളെ. മോള് വയറ് നിറച്ച് കഴിച്ചാലേ ഞാനും കഴിക്കും. കഴിച്ചേ. രാധിക മോളെ, ഭക്ഷണം എങ്ങനെയുണ്ട് എന്ന് ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ. അഹങ്കാരാന്ന് കരുതണ്ട. ഞാൻ എന്തുണ്ടാക്കിയാലും അതിനൊരു പ്രത്യേക സ്വാദാ.